വാപ്പാണല്ലേ വിളിക്കുന്നത്. ഹലോ വാപ്പ. മോളെ, വാപ്പ എന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ചെക്കനെ പറ്റിയിട്ട്. നാളെ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞു കേട്ടോ. എന്റെ നമ്പർ ഞാൻ അവനക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്ഥലം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുക്കട്ടെ എവിടെ വെച്ച് കാണി എന്നുള്ളത്. വേറെ ആരും വേണ്ട, നിങ്ങൾ രണ്ടാളും മാത്രം മതി. അപ്പ ഞാൻ പോയി നോക്കാം. പക്ഷെ എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. ആ, എനിക്ക് ടെൻഷൻ ആവണ്ട. അനക്ക് ഇഷ്ടമായി മാത്രമേ ഇപ്പൊ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ. ഓക്കെ, എന്നാ ശരി മോളെ. ഹലോ, ഞാൻ ആഷിറാണ്. വാപ്പ പറഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ എവിടെ വെച്ചാൽ മീറ്റ് ചെയ്യാൻ പറ്റാ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനും ഡീറ്റെയിൽസ് എല്ലാം ഞാനല്ലേ വാട്സപ്പിൽ അയക്കാം. ആ സമയമാകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ആ ശരി, എന്നാൽ എൻ്റെ വാട്സപ്പിൽ അയച്ചാൽ മതി കേട്ടോ. ഫ്രീ ആകുമ്പോൾ പറഞ്ഞോ, ഞാൻ ആ സമയത്ത് അങ്ങോട്ട് എത്തിക്കോളാം. എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. എന്താണ്? അല്ല, കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടേ എപ്പോഴും അടുക്കള ജോലിയും ചെയ്ത് ഇരിക്കാനൊന്നും വയ്യ. ഞാൻ കുറച്ച് പഠിച്ചതൊക്കെയാണ്, അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷനും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ജോലിക്കൊക്കെ പോകണം. എനിക്ക് അതൊന്നും പ്രശ്നമില്ല. നമ്മൾ രണ്ടുപേർക്ക് രണ്ട് ഇഷ്ടങ്ങളാണല്ലോ. പിന്നെ ഇന്നത്തെ കാലത്ത് രണ്ടാൾക്ക് ജോലി ഉണ്ടെങ്കിൽ ലൈഫ് മുമ്പോട്ട് പോകുള്ളൂ. പിന്നെ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്ക് അങ്ങോട്ട് മാറാന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കുള്ള പ്രൈവസി ഉണ്ടാവും. പിന്നെ ഇഷ്ടമായോ? ഓ, എന്നാൽ ഞാൻ വീട്ടിൽ പറഞ്ഞ് നമ്മളെ മാരേജിന്റെ പ്രൊസീജിയർ ചെയ്യട്ടെ. അല്ല മോളെ, ഇതുവരെയായിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞില്ല. 7 മണിയായി. ഇതുവരെ ഇവിടെ ആരും ഇങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അത്ര ലേറ്റ് ആയിട്ട്. ഞാൻ കുറച്ച് പണിയല്ലേ നിങ്ങൾ കണ്ടല്ലേ. ഞാൻ ഉണ്ടായിക്കോളാം, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. എന്നൊന്ന് വേഗം നോക്ക്. വാപ്പക്കൊക്കെ അവിടെ ദേഷ്യം പിടിക്കുന്നുണ്ട് വിശന്നിട്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു അവസ്ഥ. എന്തൊരു കഷ്ടാണിത്. ഇന്ത്യപ്പ ഇന്ന് ചെയ്ത വളരെ മോശം കേട്ടോ. ഈ സമയത്തൊന്നും ഇവിടെ ആരും ഫുഡ് കഴിച്ചില്ല. അതൊക്കെ ശ്രദ്ധിക്കണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടായി കൊടുത്തോളൂ. ഈ സമയത്തിന് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഞാൻ അങ്ങനത്തെ കല്യാണത്തിന് മുന്നേ പറഞ്ഞതാണ് എനിക്കിങ്ങനെ അടുക്കള ജോലിയും ചെയ്ത് നിൽക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണമെന്ന്. ഇടി മെല്ലെ പറയടി, ഇങ്ങനെ ഒറ്റട്ട് പറയുന്നത് ആരെയും കേൾക്കൂലേ? എനിക്ക് ഇന്റെ സ്ഥിതി ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്റെ ഈ സൗണ്ടൊക്കെ എല്ലാവരും കേൾക്കേണ്ടി വരും. നമുക്ക് ജോലിക്ക് പോകണല്ലേ. എന്റെ അഹങ്കാരത്തിൽ ഞാൻ തീരുമാനാക്കി തരാം. മോളെ, ഈ മാമനൊക്കെ വിളിച്ചിന് ഓരെല്ലാരും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്താ രാത്രി ഇങ്ങോട്ട് വരണേ? എല്ലാരും വരുന്നുണ്ട്, ഞാൻ എന്തായിട്ട് വരൂ. കൊറേ ആയില്ലേ ഓലൊക്കെ ഒന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട്. നമുക്ക് എന്തായാലും കുറെ കാലം ഒന്നിച്ചു കൂടാ. ഇനി മറക്കരുത് വരെ. പിന്നല്ല, നമുക്ക് പരിപാടിയൊക്കെ ഉഷാറാക്കണോ. എന്നാ ശരി മോളെ, ഇനി നാളെ നേരത്തെ ആശുറിനെ പറഞ്ഞു കൊണ്ടെത്തിക്കോ. ഓനെ വിളിച്ചോണ്ടിയേ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ഈ മുറ്റത്തന്നെ നിൽക്കുന്നേ? അല്ല, നിങ്ങളെ വാപ്പ വിളിച്ചിട്ടോ നാളെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട്? ആ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല കേട്ടോ. എന്താ, നിങ്ങൾക്ക് നാളെ ലീവല്ലേ? ലീവാന്ന് വിചാരിച്ചിട്ട് എനിക്കിങ്ങനെ എല്ലാവരും കുടുംബം വന്ന് നിൽക്കുന്നത് ഡിസ്കംഫർട്ടുള്ള കാര്യമാണ്. എന്റെ കാര്യം ഉറപ്പില്ല. പിന്നെ എന്റെ കാര്യം ഇമ്മനെ വെച്ചിട്ട് പോയാൽ കേട്ടോ. അതിന് ഉമ്മന്റെ സമ്മതം ചോദിക്കുന്നത്? നിങ്ങളെ സമ്മതം പോരെ എനിക്ക്? അതല്ല, ഉമ്മക്ക് നാളെ എന്താ പരിപാടി നടക്ക്. എന്തായാലും ഇമ്മനെ വെച്ച് പോയാൽ മതി. ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്നത് സാമ്പാറും എന്തെങ്കിലും ഉപ്പേരി വെക്കാൻ വിചാരിച്ചു. അതിന്റെ കൂടെ ചമ്മന്തി കൂടി ഉണ്ടാക്കിയോ. പിന്നെ നാളെ എന്റെ ഫ്രണ്ടിന്റെ മോന്റെ കല്യാണം ഉണ്ട്, ഇനിയും കൂടെ വരണോ എന്തായിട്ട്. അതോ നാളെ ഉപ്പ വിളിച്ചൊക്കെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി ആശക്കാരി വിളിച്ച് കസിൻസ് എല്ലാരും കൂടി വരുന്നുണ്ട്. എപ്പോഴും എന്റെ കാര്യത്തിനല്ലേ പോകുന്നത്. നാളെ ഒരു ദിവസം പോകണ്ട. എന്നോട് എല്ലാരും ചോദിക്കും മരിയോള് വന്നില്ലേന്ന്. എല്ലാരും മരിയക്കളും വരുന്നോ. അല്ല ചിക്ക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാരെയും അടിമേ. എനിക്ക് എന്റെ ഇഷ്ടങ്ങളൊന്നും ഇല്ല. എനിക്ക് എന്റെ വീട്ടിലൊന്നും പോകണ്ട. ഞാനോട് ആദ്യം പറഞ്ഞല്ലേ ഉമ്മനോടൊക്കെ പോവാണ്ടാവുന്നുള്ളത്. നാളെ ഉമ്മന്റെ ഒപ്പം എനിക്ക് അറിയാത്ത കുറെ ആൾക്കാരെ കൂടെ പോകണമെന്ന്. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എന്ത് വാശി? അനക്ക് എന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഉമ്മക്കും ഉണ്ടല്ലോ ഒരു ആഗ്രഹം, മരുമളെ കൂട്ടി പോകണം. അങ്ങനെ ഉമ്മക്കും ഉണ്ടാവില്ലേ? അനക്ക് എന്റെ കാര്യം മാത്രം. നിങ്ങളോട് പറയാൻ വന്ന് ഇന്നെ വേണം പറയാൻ. നാളെ ഫായിസിന്റെ മോന്റെ ബർത്ത്ഡേ അല്ലേ, നിങ്ങൾ വിളിച്ചിക്കോ. നാളെന്തോ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് എനിക്കറിയില്ല. നിങ്ങൾ എന്തിനാ കള്ളത്തരം പറയുന്നേ? ഓന്റെ വൈഫ് നേരത്തെ വിളിച്ചത് എന്നോട് പറഞ്ഞിക്കല്ലോ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടി ചെല്ലാനെന്ന്. ഇനി അത് വേറെ ആരും ഉണ്ടാവില്ല, ഫുൾ ആണുങ്ങളായിരിക്കും. ഇനി വരണ്ട വെച്ചാൽ എന്നോട് പറയാത്തത്. അതിങ്ങനാ നമ്മളെ ഗ്രൂപ്പിൽ എല്ലാരും വരുന്നുണ്ട്, ഇന്നോട് എന്തായിട്ട് വരണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിക്കല്ലോ. എടി എനിക്കത് കഴിഞ്ഞിട്ട് വേറെ അങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഉണ്ട്. ഇനി വന്ന ഞാൻ ഇടങ്ങാറാവും. ഞാൻ പറഞ്ഞോളാം നിങ്ങൾക്ക് ഇന്നെ കൂട്ടാൻ വേണ്ടി താല്പര്യം ഇല്ലാന്ന്. പോരി, നാളെ ഒരുമിച്ച് പോവാ. മര്യാദക്ക് എനിക്ക് ഒറ്റക്ക് പോയാൽ മതി. ഇനി വന്നിട്ട് ഇപ്പൊ അന്നെ ഇറക്കി തരണോ? അത് കഴിഞ്ഞാൽ വീണ്ടും ടൗണിലേക്ക് പോകണോ? എന്തൊരു ഇടങ്ങാറാ എന്നെ കൊണ്ട്. എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്തെങ്ങനെ പറയുന്നത്. നിന്നെ കൊണ്ടാ പിന്നെ വേറെ ആരെങ്കിലും വരുമോ? നമ്മളെ രണ്ടാളെയും കൂടി വിളിച്ച പരിപാടി ഇല്ലേ? അല്ലെങ്കിൽ ഈറ്റിനൊക്കെ എന്നെ വിളിച്ചാൽ പോലെ. എല്ലാത്തിനും രണ്ടാൾക്കാരെ വിളിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ഞാൻ ഒറ്റക്കല്ലേ പോയതല്ല.
ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ച അന്ന് മുതൽ തുടങ്ങി നിങ്ങളെ പ്രശ്നങ്ങൾ കേൾക്കാൻ. ഞാൻ പറയുന്നോണ്ടൊന്നും ഇങ്ങനെ വിചാരിക്കണ്ടേ, ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു മരിയോളൊന്നല്ല അമ്മ കിട്ടിയേ. ആന്തി ഓൾക്കെന്താ പ്രശ്നം? എന്റെ മോനെ, എന്റെ ഫ്രണ്ട്സുകളെ മരിയക്കളൊക്കെ അല്ലേ ഓളൊക്കെ പേരെ എവിടൊക്കെ പോകുന്നറിയോ? സൽക്കാരത്തിനുണ്ടെങ്കിൽ അതും കല്യാണവും പാർക്കിലും ഏടക്കൊന്നില്ല. ഇതെവിടെങ്കിലും വരുമോ? ഒരു റീചാർജ് പോലും ചെയ്തു തരില്ലല്ലോ എനിക്ക്. എന്റെ അമ്മ നിങ്ങൾ ഓളോട് നല്ലോണോ നിൽക്കുന്നത്? എപ്പോഴും ഒരു കടിച്ചു കയറിക്കൊണ്ടല്ലേ. ഇനിയിപ്പൊ എന്റെ കുറ്റം പറയാണേ, ഓൾ അങ്ങനെ നിന്നിട്ടില്ല ഞാൻ അങ്ങനെ നിൽക്കുന്നത്. ഓൾ എന്നോട് നല്ലോണം നിൽക്കുകയാണെങ്കിലേ ഞാൻ നല്ലോണം നിൽക്കും. ഓളിപ്പോ എങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ തിരിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ അമ്മായിയമ്മല്ലേ. നിങ്ങൾ എല്ലാവരും കൂടി അല്ലേ അന്വേഷിക്കാനൊക്കെ പോയി? ഞാൻ മാത്രമാണോ? അപ്പൊ നോക്കി എടുത്തുകൂടെയോ? നിങ്ങളൊക്കെ അമ്മായിയമ്മേ ഒരു മരിയോളൂ. ഇനി അതിന്റെയും കൂടി തലവേദന എനിക്ക് കയറ്റാൻ പറ്റൂല. നിങ്ങൾ രണ്ടാൾ എന്തെങ്കിലും ചെയ്യും. ഇന്ന് എന്റെ വയസ്സ് അല്ല ഷിക്ക, നമ്മളിപ്പോഴാ വീട് മാറുന്നേ? വീട് മാറാനോ? എങ്ങോട്ട്? മനസ്സിലായില്ല. അല്ല, നിങ്ങളല്ലേ കല്യാണത്തിന് മുന്നേ പറഞ്ഞത് ഫ്ലാറ്റ് വാങ്ങിക്കണം, അവിടേക്ക് മാറണമെന്നല്ലോ. കല്യാണത്തിന് ചിലപ്പോൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എനിക്ക് സൗകര്യമില്ല. പിന്നെ നിങ്ങൾ എന്താ നിന്റെ കള്ളത്തരം പറഞ്ഞത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാ പോരെ? എടി കല്യാണത്തിന് മുമ്പ് ആളുകൾ അങ്ങനെ പലതും പറയും. അതിങ്ങനെ മുഴുവനത്താൽ വിശ്വസിക്കുന്ന പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ല തീരെ. ആ ശരിയാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മുഴുവനും വിശ്വസിക്കാൻ പാടില്ല. കല്യാണത്തിന് മുന്നേ പല വാഗ്ദാനങ്ങളും പലരും തരും. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ എന്റെ കൂടെ നിന്നോ. അന്നെ ഇവിടെ ആരും പിടിച്ചില്ലല്ലോ. പറ്റില്ലെങ്കിൽ ഇറങ്ങി പോയിക്കോ. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ട് സഹിച്ച് ഞാൻ അവിടെ ജീവിക്കുമെന്നോ? എനിക്കറിയാം ഇനി എന്ത് തീരുമാനിക്കണം എന്നുള്ളത്. എന്നെ കൊണ്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന പോയി ചെയ്യേ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചാ, പക്ഷെ എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. എന്തു പറ്റി മോളെ? എന്തായാലും ഈ വാപ്പനോട് തുറന്നു പറയും. ഇവിടെ ആർക്കും ഒരു സ്നേഹവും ഇല്ല. എപ്പോഴും പരാതി പറച്ചിലും കമ്പാരിസണും എല്ലാം ആണ്. ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്ന വരെ എനിക്ക് പേടിയാണ്. ഇപ്പൊ ഇനി അധികം എനിക്ക് എന്തായിട്ട് ഇവിടെ പിടിച്ചെക്കാൻ പറ്റില്ല. എന്നിട്ട് എന്താ ഇപ്പോഴാണ് എന്നോട് പറയുന്നത്? അന്നേ എന്നോട് പറഞ്ഞില്ല ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ചു പോരേണ്ടി എന്നുള്ള. വാപ്പ എന്നെ മരിക്കുന്നോട് നോക്കുന്നുള്ളത്. ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ട. ഇനി മാറ്റിക്ക്. ഞാനിപ്പം തന്നെ അവിടെ കൂട്ടാൻ വരാം. പിന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് പോവാ. വാപ്പന്റെ പിക്ക് ചെയ്യാൻ വരും, ഇനി ഇങ്ങോട്ട് വരില്ല. വീട്ടിൽ പോയിട്ട് എന്നെ ഓരോ എത്ര കാലം നോക്കടി. നമുക്ക് മരണം വരെ ഞാനേ ഉണ്ടാവുള്ളൂ. മരണം വരെ നിങ്ങളെ ഉണ്ടാവുള്ളൂ എന്നോ? എന്റെ വാപ്പ നോക്കിയതിന്റെ 1% പോലും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളെ കൂടെയുള്ള ജീവിത സ്വർഗാന്നോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇനി ഇന്നെ മേലാല് വിളിക്കാനോ ഇന്നെ തേടി വരാനോ നിൽക്കരുത്. വലിയ ഡയലോഗ് അടിച്ചൊക്കെ പോവല്ലേ. എടി ഇങ്ങ എന്നെ വിളിക്കും, ഇങ്ങിന്റെ കാല് പിടിച്ച് വരും. അന്നേരം ഞാൻ തിരിഞ്ഞു നോക്കൂല. തന്നെ ഇനി നോക്കിക്കോ. എടാ, ഇങ്ങിന്റെ മോള് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓൾ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടോ. ഒരുപാട് സ്വപ്നങ്ങളായിട്ട് എന്റെ മോൾ അങ്ങോട്ട് വന്നേ. എന്നിട്ട് ഇനി ഓള് ചെയ്തെന്താടാ? നീയൊക്കെ എന്താ വിചാരിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെ എന്റെ കടിയുമായിട്ട് കിട്ടുന്നോ? ഞാൻ ഉള്ളിടത്തോളം കാലം എന്റെ മോളെ പൊന്നു പോലെ ഞാൻ നോക്കടാ. അതിനുള്ളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെന്താ എന്നെ വിളിച്ച് പേടിപ്പിക്കാൻ നോക്കണം? ഞാൻ എന്താ എന്റെ മോളെ കൂട്ടായി ഇന്ന് അങ്ങോട്ട് വരും. ഞാൻ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെ ഇനി വിളിക്കാനോ തേടി വരാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് ഇനി അറിയൂ.